ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇ ബാങ്കിങ് എന്നുള്ള നമ്മുടെ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 5 അല്ലേ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3യിലാണ് ഇത് വരുന്നത്. മൊഡ്യൂൾ 3 ഇ ബാങ്കിങ് സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ എന്താണ് ഇ ബാങ്കിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഇലക്ട്രോണിക് ബാങ്കിങ് എന്നാണ് നമുക്ക് തന്നെ എക്സ്പാൻഷനായിട്ട് പറയാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബലൈസ്ഡ് എൻവയോൺമെൻറ്റ്, ലിബറലൈസ്ഡ് എൻവയോൺമെൻറ്റ് അല്ലേ, പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അല്ലേ നമ്മുടെ രാജ്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം മറ്റുള്ള പല രാജ്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ബാങ്കിങ് സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് വിദേശ രാജ്യങ്ങളിലുള്ള ബാങ്കിങ് കമ്പനികളിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലുള്ള ബാങ്കുകൾക്ക് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ബാങ്ക്സും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസിലേക്ക് വരാനിടയായി. ഓക്കെ, അതുകൊണ്ട് തന്നെ 1991 ശേഷം ക്ലിയർ LPG നമുക്കറിയാം. 91 പ്രത്യേകത എന്താ? ഒരു എക്കണോമിക് റിഫോംസ് വന്നിട്ടുള്ള കാലഘട്ടമാണ് അല്ലേ. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലൊക്കെ മാറ്റം വരികയും ട്രേഡും കോമേഴ്സും ഒക്കെ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവുകയും അല്ലേ, എക്കണോമിക് ലിബറലൈസേഷൻസ് വരികയും ബാങ്കിങ് സെക്ടർ റിഫോംസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി നേരത്തെയുള്ള പോളിസിയിൽ നിന്നും വ്യത്യാസമായിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഗവൺമെൻറ് കൊണ്ടുവരികയും അതുപോലെ പ്രൈവറ്റൈസേഷൻ ഓഫ് ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്കുകളെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള മെഷേഴ്സ് ചെറിയ തരത്തിലേക്ക് ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി മിക്കവാറും ഇപ്പോൾ നമുക്കറിയാൻ പറ്റും കുറേയധികം പബ്ലിക് സെക്ടറുടെ ബാങ്കുകളുടെയൊക്കെ ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതോടുകൂടി മറ്റുള്ള ബാങ്കുകളിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ബാങ്കുകളും ഫോറിൻ ബാങ്കുകളും ഇന്ത്യയിൽ തന്നെയുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും അല്ലേ, 1991 ശേഷം വന്നിട്ടുള്ള വേറൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ബാങ്കിങ് തന്നെ നമ്മൾ പറഞ്ഞ പേരാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയും. അതായത് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിങ്ങിൻ്റെ പ്രോസസ്സും മെത്തേഡിനൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മോഡേൺ ആയിട്ടുള്ള പ്രാക്ടീസസും അതുപോലെ മോഡേൺ ആയിട്ടുള്ള ബാങ്കിങ് രീതികളും കസ്റ്റമേഴ്സിൻ്റെ ഡോർ സ്റ്റെപ്പിൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസോടുകൂടി സ്ഥാപിക്കപ്പെട്ടുള്ള ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ICICI ബാങ്ക്, IDBI ബാങ്ക് അല്ലേ, അതുപോലെ തന്നെ HDFC ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾ, സിറ്റി ബാങ്ക്, ഇതൊക്കെ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബാങ്കുകളെല്ലാം എമേർജ് ചെയ്തതോടുകൂടി ഇന്ത്യയിലുള്ള മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് മാറുന്നതിന് ഇത് കാരണമായി. മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിയുടെ ഫലമായിട്ടും അതുപോലെ ഗൈഡ് ലൈൻസിൻ്റെയൊക്കെ ഫലമായി ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ബാങ്കിങ് സർവീസസ് ഒക്കെ കൂടുതൽ കൊണ്ടുവരുന്നതിന് ബാങ്കുകളെ എൻകറേജ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടും വലിയൊരു ചേഞ്ചസ് ഒക്കെ വന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഇലക്ട്രോണിക് ബാങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഇലക്ട്രോണിക് ഡിവൈസസോ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയോ കമ്പ്യൂട്ടർ ടെക്നോളജിയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഡിവൈസുകളോ മെത്തേഡ്സോ പ്രോസസ്സോ ഉപയോഗിച്ച് നടത്തപ്പെടുന്ന എല്ലാ ബാങ്കിങ് സർവീസുകളെയും നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് കൊണ്ട് പറയാം. ഈ ബാങ്കിന് പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. വെർച്വൽ ബാങ്കിങ് അറിയപ്പെടും, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് അറിയപ്പെടും, വെബ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് വെബ് ബേസ്ഡ് ബാങ്കിങ്, വെബ് ബാങ്കിങ് എന്ന് പറയും. മൊബൈൽ ഡിവൈസുകളുടെ സഹായത്തോടുകൂടി ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നു. ക്ലിയർ? ഇതൊക്കെയാണെങ്കിലും ട്രഡീഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ 1980s ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ബാങ്കിങ് സർവീസസ് കൊണ്ട് നമ്മൾ മെയിൻ ചെയ്തത് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ബാങ്കിങ് ആണ്. അവിടെ നെറ്റ്വർക്കഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ഓരോ ബാങ്കുകളിലും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ റിട്രീവൽ, അതുപോലെ തന്നെ ഡാറ്റ മെയിൻ്റനൻസ്, ഡാറ്റാബേസ് കീപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്തു, ഓരോ ബാങ്കുകൾ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമം തുടങ്ങി. അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായി. ഓക്കെ, അതോടുകൂടി ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി വെബ് ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സാധ്യമായി.
വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ സ്ഥാപിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി, അതുപോലെ തന്നെ ടെക്നോളജിയും സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഫലമായി നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ബാങ്കിങ് നമുക്ക് അറിയപ്പെടാൻ അല്ലെങ്കിൽ ലഭ്യമാവാൻ തുടങ്ങി. ഇതിൻ്റെ ആദ്യത്തെ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ നമ്മൾ പറയുന്ന ATM സർവീസുകളോടുകൂടിയാണ്. അപ്പോൾ ATM സർവീസസിൻ്റെ പെനിട്രേഷന് ശേഷം പല സിറ്റികളിലും ഈവൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ATM സർവീസുകൾ അവൈലബിൾ ആക്കാൻ പറ്റുകയും അതോടുകൂടി ബാങ്കിലേക്ക് ഫിസിക്കൽ ബാങ്കിങ്ങിൻ്റെ ആവശ്യകത കുറയ്ക്കാനും ഒരു പരിധിവരെ കുറയ്ക്കാനൊക്കെ അതുവഴി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SMS അലേർട്ട് കൊടുക്കുക, ട്രാൻസാക്ഷൻ അലേർട്ട് വരിക, അതുപോലെ തന്നെ ബാലൻസ് ചെക്കിംഗ് മെഷേഴ്സ്, ഇതൊക്കെയായിരുന്നു ആദ്യമെങ്കിലും പിന്നീട് പടിപടിയായിട്ട് എല്ലാ തരത്തിലുള്ള ബാങ്കിങ് സർവീസസും ഇലക്ട്രോണിക് രീതിയിൽ തന്നെ അല്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള രീതിയിൽ തന്നെ ഓൺലൈനായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് സർവീസസ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഒക്കെ വളരെയധികം ലഭ്യമാണ്. അതിനനുസരിച്ച് പ്രോഡക്റ്റുകളും സർവീസുകളും വന്നിട്ടുണ്ട് അല്ലേ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ്ങിൻ്റെ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, ബൈ പ്രോഡക്റ്റ് ആയിരുന്നു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡിന് ശേഷം ഡെബിറ്റ് കാർഡുകൾ വരാൻ തുടങ്ങി. സ്മാർട്ട് കാർഡുകളായി, ATM കാർഡുകളും സ്മാർട്ട് കാർഡുകളും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കൂടുതൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ, സർവീസുകൾ പിന്നീട് ആഡപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുടെ നേച്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ബാങ്കിങ് വേൾഡിൽ ബാങ്കിങ് സെക്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യാപകമായിട്ട് ഇലക്ട്രോണിക് ടെക്നോളജീസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു, ICT ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഉപയോഗത്തോടുകൂടി, സഹായത്തോടുകൂടി, ഫെസിലിറ്റേഷനോടുകൂടി ബാങ്കിങ് സർവീസുകളോ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസോ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തെടുക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെയാണ് നമ്മൾ ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻക്ലൂഡിങ് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ. അത് സാറ്റലൈറ്റ് ആയിക്കോട്ടെ, നോൺ സാറ്റലൈറ്റ് ആയിക്കോട്ടെ, വൈഫൈ ടെക്നോളജി ആയിക്കോട്ടെ, വയർലെസ് ടെക്നോളജി ആയിക്കോട്ടെ, ഈ രീതിയിൽ നടത്തപ്പെടുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻസ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് വഴിയുള്ള ടെക്നോളജി വഴിയുള്ള സർവീസുകളും ഈ ബാങ്കിങ്ങിൻ്റെ പിറവിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ട്രഡീഷണൽ ബാങ്കിങ്ങും ഈ ബാങ്കിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം, ട്രഡീഷണൽ ബാങ്കിങ്ങിൽ കസ്റ്റമേഴ്സ് ബാങ്കിങ് പ്രിമിസസിൽ പോകണം അല്ലേ. ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ബാങ്കിലേക്ക് ഫിസിക്കലായിട്ട് പോകേണ്ടതായിട്ടുണ്ട്, ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണ്. ടൈം വളരെയധികം അതിന് വേണ്ടി ഡിവോട്ട് ചെയ്യേണ്ടി വരുന്നു, എനർജി, കോസ്റ്റ് അല്ലേ, ഇതെല്ലാം ഡിവോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ലെഡ്ജർ കീപ്പിംഗ് ആണ്, വളരെയധികം ബാങ്കിങ് സ്റ്റാഫിൻ്റെ ആവശ്യകത വരും, കുറേയധികം റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടി വരുന്നു. ആ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമുള്ള സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലേ. അതെല്ലാം കീപ്പ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള സ്റ്റോറേജ് സ്പേസ് ഇത് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ കുറച്ച് ഇങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ഫ്രോഡ്, കറപ്ഷൻ ഇങ്ങനെയുള്ള കേസസിനൊക്കെ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇൻഎഫിഷ്യൻസീസ് കൂടെ ഇതിലേക്ക് ക്രെപ്റ്റ് ചെയ്യാനും, റെറ്റോയിപ്പിസം, ഇൻഎഫിഷ്യൻസീസ്, കറപ്ഷൻ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. എങ്കിൽ ഒരു മോഡേൺ ബാങ്കിങ് ഈ ബാങ്കിങ്ങിലേക്ക് മാറുന്നതോടുകൂടി കസ്റ്റമേഴ്സിന് ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല, നേരിട്ട് ബാങ്കിലേക്ക് പോകണ്ട അല്ലേ, റിമോട്ടായിട്ട് ചെയ്യാം. ബാങ്കിങ് അവേഴ്സിൽ മാത്രമല്ല, ഏത് സമയത്തും ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നു, 24/7 ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നു. ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ, ബാലൻസ് എൻക്വയറി മുതൽ SMS ട്രാൻസാക്ഷൻ അലേർട്ട് മുതൽ ഫണ്ട് ട്രാൻസ്ഫറോ, അതുപോലെ തന്നെ പർച്ചേസസോ, റീറ്റെയിൽ പർച്ചേസോ, പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റോ, ട്രാൻസ്ഫർ സിസ്റ്റമോ, അതുപോലെ തന്നെ മറ്റുള്ള ഈ സർവീസസോ, ഇലക്ട്രോണിക് സർവീസോ, ടാക്സ് പേയ്മെൻറ്റ് സർവീസുകൾ, ഏത് തരത്തിലുള്ള സർവീസും, യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ആണെങ്കിലും ശരി, ഇതെല്ലാം ചെയ്തെടുക്കാൻ ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്കായിട്ട് കഴിയുന്നുണ്ട്. ടൈം, എനർജി, കോസ്റ്റ് ഇതെല്ലാം കസ്റ്റമേഴ്സിന് സേവ് ചെയ്യാൻ പറ്റും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറേജ് സ്പേസ് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം വളരെയധികം നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെയധികം കുറഞ്ഞു പോയിട്ടില്ലെങ്കിൽ പോലും ഓപ്റ്റിമൈസേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് സ്റ്റാഫിനെ കൊണ്ട് കൂടുതൽ യൂട്ടിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം മെഷീൻസാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒട്ടനവധി മാറ്റങ്ങൾ വന്നതിൻ്റെ ഫലമായി ബാങ്കിങ് സർവീസുകളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. So after the introduction of e-banking, customers can do a number of transactions by sitting at his office or home അല്ലേ, ഏത് സമയത്തും, എനിവെയർ, എനി ടൈം. അങ്ങനെയുള്ള രീതിയിലേക്കാണ് അപ്പോൾ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ്റെ ടൈമിന് റെസ്ട്രിക്ഷൻ ഇല്ലാതായിട്ട് മാറിയിരിക്കുന്നു. സോ ബ്രിക്ക് ആൻഡ് മോട്ടർ സ്ട്രക്ചർ ഓഫ് ട്രഡീഷണൽ ബാങ്കിങ് നമുക്ക് ഇപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ so the concept of virtual banking came into existence and core banking is introduced അല്ലേ.
ബാങ്കുകളുടെ ട്രാൻസാക്ഷനും അക്കൗണ്ട്സും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡാറ്റാബേസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ട്രാൻസാക്ഷൻസ് ഒക്കെ ഫ്ലോസ് ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും ക്ലിയർ ഒരു ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് കം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കേസാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോർ ബാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ATM സർവീസുകൾ വളരെ വ്യാപകമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അപ്പോൾ ഏത് ബാങ്കിൻ്റെ ATM കൗണ്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേത് ബാങ്കിൻ്റെ ATM കാർഡ് ഉണ്ടെങ്കിലും സർവീസസ് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ അത്തരത്തിൽ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ കോർ ബാങ്കിങ്ങിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ സാധ്യമായത്. ക്ലിയർ. So now banks are offering a number of services through e-banking, ATM, telebanking, mobile banking, internet banking, credit card, debit card, clear, payment instruments, electronic transfer, money transfer facilities, clear. അത് NEFT ആയിക്കോട്ടെ, RTGS ആയിക്കോട്ടെ, ECS ആയിക്കോട്ടെ, ക്ലിയർ. അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലെ ഇലക്ട്രോണിക് വാലറ്റുകളായിക്കോട്ടെ. ഓക്കെ, ഈ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ചെക്ക് സിസ്റ്റം, ചെക്കിൻ്റെ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വിസിബിൾ ആണ്, നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇ ബാങ്കിങ്? എന്താണ് ഇ ബാങ്കിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്? ക്ലിയർ. സോ ഗ്ലോബലൈസേഷൻ ഈസ് എ ബസ് വേർഡ് ഓഫ് ടുഡേ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഗ്ലോബൽ വില്ലേജ് അല്ലേ. അങ്ങനെ ഒരു ഗ്ലോബൽ വില്ലേജ് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന് ഏതെങ്കിലും ഒരു ബാങ്കിനോ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? സോ ആസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഗ്ലോബലൈസേഷൻ അല്ലേ, അതിൻ്റെ ഭാഗമായി വേൾഡ് ഓവറിലുള്ള ചേഞ്ചസ്, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ടെക്നോളജി ഓറിയൻറ്റഡ് ബാങ്കിങ് സർവീസസ്, പ്രോഡക്ട്സ്, അതെല്ലാം മറ്റുള്ള ബാങ്കുകൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം ഒരു ബാങ്കിന് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു പ്രത്യേക പ്രദേശത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം എല്ലാ തരത്തിലുള്ള ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു വേൾഡാണ്, ഇൻ്റർകണക്റ്റഡ് ആണ്, ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു വേൾഡാണ് ഒരു ഗ്ലോബൽ വില്ലേജ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകൾക്കും അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും സർവീസുകളും പരസ്പരം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിടെയൊക്കെ എന്ത് വേണ്ടി വരുന്നു? ഈ ബാങ്കിൻ്റെ സർവീസസ് ആവശ്യമായിട്ട് വരുന്നു. ക്ലിയർ. സോ ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദ വേൾഡ് ട്രേഡ് ക്ലിയർ ഹാസ് ബോട്ട് സെവറൽ ചേഞ്ചസ് ഇൻ ദി ഗ്ലോബൽ മാർക്കറ്റിംഗ് അല്ലേ. അതുപോലെ തന്നെ W2 ഒക്കെ ഫോർമേഷന് ശേഷം വളരെയധികം ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ കൂടുകയുണ്ടായി. മാത്രമല്ല ഇൻ്റർനാഷണൽ പേയ്മെൻറ്റും സെറ്റിൽമെൻറ്റും ഒക്കെ ഓൺലൈനായിട്ട് ഇപ്പോൾ നടക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. ക്ലിയർ. അപ്പോൾ അതിനനുസരിച്ച് ബാങ്കുകളും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് മാറേണ്ടി വരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ശരി അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ശരി, ഇലക്ട്രോണിക് ആയിട്ടുള്ള പേയ്മെൻറ്റും സെറ്റിൽമെൻറ്റും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായിട്ട് നമുക്കറിയാൻ പറ്റും അല്ലേ. ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് അല്ലേ, ഇതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ ഇന്ത്യ, അത് ഗവൺമെൻറ് സർവീസുകളെല്ലാം ഡിജിറ്റൽ മോഡിലേക്ക് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെയുള്ളൊരു പ്രോഗ്രാം, ഒരു മിഷൻ മോഡ് പ്രോഗ്രാം കൊണ്ടുവരേണ്ടായി. അത് പഴയ നേരത്തെ അതിന് മുമ്പ് ഏകദേശം 10-15 വർഷം മുമ്പ് തൊട്ടന്നെ നമ്മൾ ആരംഭിച്ചിട്ടുള്ള NEGP നാഷണൽ ഇ ഗവേണൻസ് പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നിരിക്കണം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ രീതിയിൽ ഒരു പ്രോഗ്രസ്സും പ്രോസസ്സും ക്ലിയർ, പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസും സർവീസുകളും യൂട്ടിലിറ്റികളും എല്ലാം ഇലക്ട്രോണിക്കായിട്ട് ഡിജിറ്റൈസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റാണ് നമുക്ക് സർവീസ് പ്രൊവിഷൻ്റെ കേസസിൽ വരുന്നത്. ബാങ്കുകൾക്ക് നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? കഴിയില്ല അല്ലേ. ഗവൺമെൻറ്റിൻ്റെ പല പ്രോഗ്രാമുകളും ഇപ്പോൾ ഡിജിറ്റൽ മോഡിലൂടെയാണ് ചെയ്യപ്പെടുന്നത്. ഫണ്ട് ട്രാൻസ്ഫർ അല്ലേ, നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT അല്ലേ. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം കുക്കിംഗ് ഗ്യാസിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി ആണെങ്കിലും ശരി, പെട്രോളിയം അല്ലേ, അതുപോലെ തന്നെ മറ്റുള്ള മാനുവൽ ഫെർട്ടിലൈസർ അതിൻ്റെയൊക്കെ സബ്സിഡി ആണെങ്കിലും ശരി, ക്ലിയർ. അതുപോലെ തന്നെ പെൻഷൻ പേയ്മെൻ്റ് ആണെങ്കിലും സ്കോളർഷിപ്പിൻ്റെ പേയ്മെൻ്റ് ആണെങ്കിലും ഗവൺമെൻറ് കിട്ടുന്ന അസിസ്റ്റൻസ് ആണെങ്കിലും ഒക്കെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴിയാണ് നടത്തപ്പെടുന്നത്. ക്ലിയർ. DBT എന്നാണ് അതിന് പറയുക, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ബെനിഫിഷ്യറി അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ക്ലിയർ. പക്ഷേ ഇതിനൊക്കെ ഒരു ഇംപെഡിമെൻ്റ് ആയിട്ട് ഹിൻഡ്രൻസ് ആയിട്ട് നിന്നിരുന്നത് ഇന്ത്യയിലെ പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ. അപ്പോൾ നമ്മളൊരു 5-8 വർഷം മുമ്പ് തന്നെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് അനുസരിച്ചിട്ട് കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് അല്ലേ ജൻധൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ, ജൻധൻ അക്കൗണ്ട്സ്. ക്ലിയർ. അതിനെ നമ്മൾ ജാം എന്നുകൂടെ പറയാറുണ്ട്, ജൻധൻ, ആധാർ, മൊബൈൽ. ക്ലിയർ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന 3 ടേമാണ്. ക്ലിയർ. എല്ലാ ആളുകൾക്കും അറ്റ്ലീസ്റ്റ് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക. പിന്നെ ജൻധൻ അക്കൗണ്ട് എന്നാണ്, സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതാണ്. ക്ലിയർ. ആധാർ. ക്ലിയർ. മൊബൈലും മറ്റുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒരു ഒതൻറ്റിക്കേഷന് വേണ്ടി ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക, എല്ലാവർക്കും ആധാർ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലിയർ. അതുപോലെ തന്നെ മൊബൈൽ. ക്ലിയർ.
ഇപ്പോൾ ഇതിലൂടെ ഈ ജാം എന്നാണ് അതിന് പറയുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സർവീസുകളും അല്ലേ ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധ്യമാക്കണമെങ്കിൽ ബാങ്കുകൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് എക്വിപ്ഡ് ആവണം അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നൗ ഡേയ്സ് ആൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് ആർ വെൽ എക്വിപ്ഡ് വിത്ത് ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസസ് ആൻഡ് പ്രോഡക്ട്സ്. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായിക്കോട്ടെ, പബ്ലിക് സെക്ടർ ബാങ്കുകളായിക്കോട്ടെ, ന്യൂ ജനറേഷൻ ബാങ്കുകളായിക്കോട്ടെ, ഫോറിൻ ബാങ്കുകളായിക്കോട്ടെ ഒക്കെ ഇത്തരത്തിലുള്ളൊരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ഇപ്പോൾ ചെയ്തു വരുന്നു. So in spite of the strong, clear and ledger network, public sector banks provided a surprisingly quick and flexible meet to emerge the needs of the customers. Clear? So information technology enabled services, ITES has emerged as the clear integrator assisting banks in making the transformation. Clear? അപ്പോൾ അതിൽ ITES, ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ് അല്ലെങ്കിൽ IT, ഇതിൻ്റെയൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻ ഇതിന് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും ചില എക്സ്പേർട്ടുകളൊക്കെ പറയാറുണ്ട്, ഒരു വളരെയധികം IT-യുടെ ആപ്ലിക്കേഷൻ നടന്നിട്ടുള്ള മേഖലയാണ് ബാങ്കിങ്. ക്ലിയർ? പല ബാങ്കിങ് സെക്ടേഴ്സും അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ മേഖലയിൽ ഒരു പ്രത്യേകം നോക്കുകയാണെങ്കിൽ ക്ലിയർ IT-യുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും ആപ്ലിക്കേഷനൊക്കെ ഇവിടെ സാധ്യമായിട്ട് വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ചേഞ്ച്, വളരെയധികം ഒരു ട്രാൻസ്ഫോർമേറ്ററി ചേഞ്ച് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ക്ലിയർ? IT-യുടെ ആപ്ലിക്കേഷൻ. ക്ലിയർ? ഒരു പക്ഷേ ഫ്യൂച്ചർ ബാങ്കിങ് ഒക്കെ IT ഓറിയൻറ്റഡ് ആയിട്ട് മാറുമോ, അല്ലെങ്കിൽ IT പ്രൊഫഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് ബാങ്കിങ് മാറുന്ന ക്ലിയർ IT സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് വേണമെങ്കിൽ ബാങ്കിങ്ങിനെ പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഫിനാൻസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്നും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ക്ലിയർ? എനിവേ, സോ വാട്ട് ആർ ദി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ്? ക്ലിയർ? അതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? സോ ഒന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് റെഡ്യൂസസ് ബേർഡൻ. ക്ലിയർ? ബേർഡൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു അല്ലേ? എംപ്ലോയർ ആയിക്കോട്ടെ, എംപ്ലോയി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വർക്കേഴ്സ് ആയിക്കോട്ടെ, കോമൺ പീപ്പിൾ ആയിക്കോട്ടെ അല്ലേ, എല്ലാവരുടെയും ബേർഡൻ കുറയ്ക്കാൻ. കിട്ടുമോ കിട്ടില്ലയോ, അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് മുഴുവൻ കിട്ടുമോ, കറപ്ഷൻ അല്ലേ, നേരത്തേക്ക് നമുക്ക് പറയാം, ഒരു പക്ഷേ അറിയുന്നുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നും ഒരു 100 രൂപ സബ്സിഡി ആയിട്ടോ അസിസ്റ്റൻസ് ആയിട്ടോ ബെനിഫിഷ്യറീസ് കൊടുക്കാൻ വേണ്ടി പാസ്സാക്കിയാൽ, ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% 60% മാത്രമേ ആളുകളിലേക്ക് എത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്തായിട്ട് മാറും? ഒരു 50%ഓളം ഇടനിലക്കാർ കൊണ്ടുപോകുന്ന, കറപ്ഷൻസിൻ്റെ ഫലമായിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ക്ലിയർ? അത്രത്തോളം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ബ്യൂറോക്രാറ്റിക് സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ക്ലിയർ? പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അതിനൊരു ആൾട്ടർനേറ്റീവാണ് ഈ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ? അതിലൂടെ ഈ ബാങ്കിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും അല്ലേ, എംപ്ലോയേഴ്സിന് ഒരു പക്ഷേ നമുക്കറിയാമോ, ആയിരക്കണക്കിന് 10,000-കണക്കിന് എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ അവരുടെ പേറോൾ പ്രിപ്പയർ ചെയ്യുക, റോളുകൾ ഉണ്ടാക്കുക, അതിന് ആവശ്യമുള്ള ചെക്കുകൾ എഴുതുക, അവർക്കെല്ലാം ചെക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് വിഡ്രോ ചെയ്ത ശേഷം ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് വലിയൊരു ക്യുംബർസമായിട്ടുള്ള പ്രോസസ്സാണ്. അതിന് ഒട്ടനവധി ആളുകളുടെ സേവനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ? ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ട് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക് കാർഡുകൾ കൊടുത്തിരിക്കുന്നു, അവരുടെ കാർഡിൽ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക് വാലറ്റിൽ ക്രെഡിറ്റ് ആകും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ക്ലിയർ? ദേ ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്ത് എംപ്ലോയീസ് വർ പ്രൊവൈഡഡ് വിത്ത് ഡെബിറ്റ് കാർഡ്സ്. ക്ലിയർ? ATM കാർഡ്സ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിന് മാറ്റിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴി സാലറി, വേജസ് ഇതൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പേറോൾ പ്രിപ്പറേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് റിലീവ് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ? അത്തരത്തിലൊരു ഹൈ റിലീഫ്, അത് ഒരു പ്രധാനപ്പെട്ട നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദ നീഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ? ഒരു ലിബറലൈസേഷൻ്റെയൊക്കെ ഫലമായിട്ട് ഗവൺമെൻറ്റ്സിലും ഗവേണൻസിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഫലമായി ഇന്ത്യൻ എക്കണോമിയിലും ഫിനാൻഷ്യൽ സിസ്റ്റത്തിലും ഒക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അതിന് അനുയോജ്യമായുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ അവിടെയും എന്താവശ്യമാണ്? മറ്റുള്ള സെക്ടേഴ്സിനെയൊക്കെ എനർജൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻ്റർമീഡിയറിയാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറിയാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ്ങിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, ക്ലിയർ, സോഷ്യൽ, എക്കണോമിക്, ഫിനാൻഷ്യൽ ട്രാൻസ്ഫോർമേഷനൊക്കെ സാധ്യമാക്കാൻ പറ്റൂ. അപ്പോൾ അതും ഇതൊരു റീസണായിട്ട്, നീഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ എവർ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ അല്ലേ. കോമ്പറ്റീഷൻ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വ്യാപിക്കുന്ന കോമ്പറ്റീഷൻ വളരെ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ
അതുപോലെ തന്നെ റെഗുലേറ്റർ ആയുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ദ പ്ലെയേഴ്സ് ഓഫ് ബാങ്കിങ് ഇൻഡസ്ട്രി ബോത്ത് ദി ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ ആർ ടേക്കിംഗ് ട്യൂൺസ് ടുവേർഡ്സ് ദി മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. ക്ലിയർ? അങ്ങനെയൊക്കെ വരാവുന്ന കേസസിലെല്ലാം ക്ലിയർ ഈ ഇവിടെ നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നു? ടെക്നോളജിയുടെ സഹായം ആവശ്യമായിട്ട് വരുന്നു. ക്ലിയർ? സോ ഓൺലി banks having adequate infrastructure, technology, economies of scales and well-connected network of branches will be able to survive in the challenges. Clear? Increased competitive environment. നേരത്തെയൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു എല്ലാ ബാങ്കുകളും അല്ലേ, നാഷണലൈസേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റിവേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് സർവീസസ് ഒക്കെ എഫിഷ്യൻ്റ് ആക്കി മാറ്റണം, ഡിജിറ്റൈസ് ചെയ്ത് അല്ലേ, ഡിജിറ്റൽ സർവീസും അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് കഴിയുന്നില്ല എങ്കിൽ ബാങ്കിങ്ങിൻ്റെ സെക്ടറിൽ നിന്നും ഇതെല്ലാം പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹൈലി കീൻ കോമ്പറ്റീഷനാണ് ഈ ഇൻഡസ്ട്രി നേരിടുന്നത്. അതുകൊണ്ടും ഇലക്ട്രോണിക് ബാങ്കിങ് ഒരു ആവശ്യകതയായിട്ട് വരുന്നു. ക്ലിയർ? ദ ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ആൻഡ് മോർ കസ്റ്റമർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് അല്ലേ, കസ്റ്റമർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആൻഡ് സർവീസുകൾ ബാങ്കിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലേ, അത് ATM കാർഡ് ആയിക്കോട്ടെ, ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, ATM സർവീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാലറ്റുകളായിക്കോട്ടെ, ചെക്കുകളുടെ ഇലക്ട്രോണിക് ചെക്കുകളായിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള സർവീസുകൾ ഈ EFT ഫണ്ട് ട്രാൻസ്ഫറോ നെഫ്റ്റോ RTGS ഒക്കെ ഇങ്ങനെ ഏത് തരത്തിലുള്ള സർവീസ് എനേബിൾഡ് ആക്കണമെങ്കിലും അതിനൊക്കെ എന്ത് വേണം? നമുക്കൊരു ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസ് സിസ്റ്റം അല്ലേ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ബാങ്കിങ് ഒരു നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ എനിവെയർ ബാങ്കിങ്, ടെലി ബാങ്കിങ് അല്ലേ, ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അതുപോലെ തന്നെ ATM കാർഡ് അല്ലെ, ATM സർവീസസ്, ഇലക്ട്രോണിക് വാലറ്റുകൾ ഓക്കെ, അതുപോലെ തന്നെ പ്രീപെയ്ഡ് കാർഡുകൾ, ഇതെല്ലാം സാധ്യമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബാങ്കിങ്ങിൻ്റെ ആവശ്യകത വരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമ്പർ 5 യൂസ് ഓഫ് ഇലക്ട്രോണിക് മീൻസ് അല്ലേ. ഇലക്ട്രോണിക് മീൻസ് ആൻഡ് ഡിവൈസസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേസ് ആൻഡ് മീൻസ് വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഡിജിറ്റലായിട്ടുള്ള പ്രോഡക്റ്റുകളും ഡോക്യുമെൻറ്റ്സും സർവീസസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ബാങ്കിങ്ങിനും എന്ത് ചെയ്യേണ്ടി വരുന്നു? അത്തരത്തിലുള്ള സർവീസസിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ? അപ്പോൾ കോർ ബാങ്കിങ് സൊല്യൂഷൻ്റെയൊക്കെ ഫലമായി ബാങ്കുകൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു ബാങ്കിലുള്ള ബ്രാഞ്ചിൽ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ പാലക്കാട് ബ്രാഞ്ചിലാണെങ്കിൽ പോലും ഡൽഹിയിൽ പോയിട്ടിരുന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. എന്താ കാരണം? ഇതെല്ലാം എല്ലാ ബ്രാഞ്ചുകളും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ വഴി. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നു. ATM കാർഡ് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ? നമ്മൾ ബാങ്കിങ് കസ്റ്റമറാണെന്ന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഏത് ഭാഗത്തു നിന്നും ചെക്ക് കൊടുത്ത് ചെക്ക് മാറാൻ പറ്റുന്നു. ക്ലിയർ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ഫെസിലിറ്റീസും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇലക്ട്രോണിക് മീൻസസ് വളരെയധികം ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെയും ഈ ബാങ്കിങ് ഒരു പ്രധാനപ്പെട്ട നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ? ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലേ, ICT ക്ലിയർ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് ബാങ്കിങ് മേഖലയിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏറ്റവും അധികം IT അപ്ലിക്കേഷൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ മേഖല അല്ലെങ്കിൽ സെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിൽ ക്ലിയർ, അത് അക്കൗണ്ട് കീപ്പിംഗ് ആയാലും ശരി, ട്രാൻസാക്ഷൻ ആയാലും ശരി, ക്ലിയർ, ഡാറ്റാബേസ് മെയിൻ്റനൻസ് ആയാലും ശരി, റിട്രീവൽ ശരി, ക്ലിയർ, ക്യാഷ് ഫണ്ട് ട്രാൻസ്ഫർ ആയാലും ശരി, ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് ആയാലും ശരി, ഓക്കെ, ചെക്ക് ക്ലിയറൻസോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റോ പേയ്മെൻറ്റോ, ഇങ്ങനെ എന്ത് തരത്തിലുള്ള കേസസിലും ക്ലിയർ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷൻ അപ്ലിക്കേഷൻ ബാങ്കിങ് സെക്ടറിൽ വളരെയധികം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബൗണ്ടറി ലെസ് ബാങ്കിങ് അല്ലേ, ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ടുള്ള നമ്മളൊരു കാലഘട്ടത്തിൽ ക്ലിയർ എല്ലാ സർവീസുകൾക്കും മാർക്കറ്റുകൾക്കും ഒന്നും ഒരു അതിരില്ല. ക്ലിയർ? കാരണം എന്താ? ഏത് രാജ്യത്ത് നമ്മുടെ കസ്റ്റമർ ഉണ്ടാവുക, ഏത് രാജ്യത്ത് നമ്മുടെ സപ്ലയർ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, CRM, അതിൻ്റെ ഡാറ്റാബേസ് അല്ലേ, അതുപോലെ തന്നെ സപ്ലയേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ, ക്ലിയർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള കാര്യങ്ങളും അല്ലേ ചെയ്തെടുക്കുന്നതിനും എഫിഷ്യൻ്റായിട്ട് അതെല്ലാം പെർഫോം ചെയ്യുന്നതിനും ബാങ്കിങ് സർവീസസ് ഇലക്ട്രോണിക് ആക്കി മാറ്റേണ്ടത് ഒരു ആവശ്യകതയായിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളിലെ കമ്പനികളും ബിസിനസ്സും ഒക്കെ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്,
ക്ലിയർ. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, നെഫ്റ്റ്, RTGS ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഓഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോണിക് ബാങ്കിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. അങ്ങനെ ഇത് മാത്രമല്ല, ഇതൊരു എക്സ്ക്ലൂസീവ് ലിസ്റ്റ് അല്ല, പക്ഷേ ഈ രീതിയിൽ വളരെയധികം നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഇത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ. അത് സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജറൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ, ക്ലിയർ, വർക്ക് എഫിഷ്യൻസി കൂട്ടാൻ, പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ, നല്ല രീതിയിലുള്ളൊരു ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കൊണ്ടുവരാൻ, ക്ലിയർ, മണി ട്രാൻസ്ഫർ മറ്റുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറൊക്കെ ചെയ്തെടുക്കാൻ, എഫക്റ്റ് ചെയ്യാൻ, ഫിനാൻഷ്യൽ പ്രോഡക്റ്റും സർവീസസുകളൊക്കെ കൊടുക്കാൻ, ക്ലിയർ. ഇതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഫിൻടെക് ടെക്നോളജീസ് എന്നാണ് പറയുക, ഫിൻടെക്സ് എന്നാണ് പറയുക. ക്ലിയർ. ഫിനാൻഷ്യൽ ടെക്നോളജി, ക്ലിയർ. അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ടെക്നോളജിയൊക്കെ വളരെയധികം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒക്കെ ഇത് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്റ്റോറേജ് സ്പേസും, ക്ലിയർ, ഒക്കെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ. ബാങ്കിൻ്റെ ഔട്ട്ലുക്കും കോൺസെപ്റ്റും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. ക്ലിയർ. അപ്രോച്ചുകളൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. ക്ലിയർ. ഇതെല്ലാം വരുത്തിയിട്ടുള്ളത്, ഇതിന് ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ചിനെല്ലാം പ്രധാനപ്പെട്ട ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ICTയുടെ ആവിർഭാവമാണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ്, ആപ്ലിക്കേഷനാണ്. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്ലിയർ, വെബ് ബേസ്ഡ് ബാങ്കിങ്, ക്ലിയർ, വെർച്വൽ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ബാങ്കിങ്ങിന് പ്രാധാന്യമുണ്ട്. ഓക്കെ.